ഫ്രണ്ട്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും സുഖമായിരിക്കും കരുതുന്നു. ഞാൻ ഇന്ന് ഗോൾഡ് സൂക്കിലേക്ക് പോണ്. നമുക്ക് ഗോൾഡ് സൂക്കിലെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതാണ് കേട്ടോ ദുബായിലെ ഗോൾഡ് സൂക്ക്. ഇത് ദുബായ് ഗോൾഡ് സൂക്ക് എന്നുള്ള മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. നല്ല ദുബായിയുടെ ഗോൾഡിൻ്റെ മാത്രം കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ഇത് ഓൾഡായിട്ട് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നമ്മൾ വരുന്നിടത്ത് തന്നെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്. അവിടെ 10 dirhams ഇട്ടിട്ട് നമ്മൾ തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്റ്റിയറിംഗ് കൊടുത്തിട്ട് തിരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സുവനീർ കിട്ടും, ഒരു ഗോൾഡ് കോയിൻ. ആ ഗോൾഡ് കോയിനിൽ ഏതെങ്കിലും ഒരു പിക്ചർ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ ബുർജ് അറബ്, ബുർജ് ഖലീഫ, ഫ്യൂച്ചർ മ്യൂസിയം, ദുബായ് ഫ്രെയിം ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സർപ്രൈസ് കാരണം മോൾ അത് നോക്കി വെൻഡിങ് മെഷീൻ യൂസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് മോൾക്ക് കിട്ടിയത് ദുബായ് ഫ്രെയിമാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയായി. ഒരു കുഞ്ഞ് ഗോൾഡ് കോയിൻ അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയിട്ട് ഗോൾഡ് സൂക്കിൻ്റെ സുവനീർ അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ചെന്ന് ഞങ്ങളത് ആദ്യം തന്നെ സ്വന്തമാക്കിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഗോൾഡ് കളക്ഷൻസ് അല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ള് അറബ്സ് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ ഇന്ത്യൻസിൻ്റെ ഗോൾഡ് കളക്ഷൻസ് നമുക്ക് ഇന്ത്യയിൽ കാണാമല്ലോ. ഇത് ഫുള്ള് അറബ്സിൻ്റെ ഗോൾഡ് കളക്ഷൻസാണ്. ഭയങ്കര വെറൈറ്റിയാണ്. ബാഹുബലി സ്റ്റൈലുള്ള ഗോൾഡ് കളക്ഷൻസാണ് ഇവിടെ കാണുന്നത്. ഗോൾഡിൻ്റെ കോയിൻസിൻ്റെ ഒരു ഡ്രസ്സാണ്. ഒരു ഈഗിളാണ്, ഈഗിളിൻ്റെ ഫുൾ സെറ്റ്. ഈ കളക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബ്സിൻ്റെ ക്ലിയോപാട്രയുടെ മോഡലുള്ള കളക്ഷൻസാണ്. അപ്പം അതായത് തലയുടെ മുടിയുമ വെക്കുന്ന ഷഹല തൊട്ട് അവരുടെ ഷഹല ഷോള് തൊട്ട് പിന്നെ ഫുൾ ഡ്രസ്സിൻ്റെ മുകളിൽ അബായയുടെ ലെങ്ത്ത് വരുന്ന വരെയുള്ള ലോങ് ഗോൾഡിൻ്റെ, നമ്മൾ സാരി ഉടുക്കണ പോലെ ലോങ് ഗോൾഡിൻ്റെ ഫുൾ ഓർണമെൻറ്റ്സാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷാള്, നിക്കാബ്, അതുപോലെ തന്നെ അബായ, ഗോൾഡിൻ്റെ അബായ, അതുപോലെ അതിൻ്റെ ഫുൾ സെറ്റ്, അത് ബാങ്കിള്, ഇയറിങ്സ്, റിങ്സ്, ഹാൻഡ് ബാഗ്, പൗച്ച്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒരേ ഡിസൈനിൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അത് ഫുള്ളായിട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ പോണതിൻ്റെ ഇടയിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എന്നെ കൊണ്ട് മാക്സിമം കാണിക്കാൻ പറ്റണത് ഇതിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കളക്ഷൻസാണ് നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഗോൾഡ് ഷോപ്പുകളും ഇവിടെ ഉണ്ട്. മലബാർ ഗോൾഡും ആലുക്കാസും ചെമ്മണ്ണൂരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മുടെ ഇന്ത്യൻ കളക്ഷൻസാണ്. ഇത് പക്ഷേ അറബ്സിൻ്റെ ഷോപ്പുകളിലാണ് നമ്മൾ ഈ ഗോൾഡ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് ഓൺലി ഫോർ ലേഡീസിന് വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ പെണ്ണുങ്ങൾക്കല്ലേ സ്വർണ്ണം കാണാനും ഇതാക്കാനൊക്കെ ഉള്ള ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവർക്കും കാണാം, എല്ലാവർക്കും ഇഷ്ടപ്പെടാം. പക്ഷേ ഇത് ഭയങ്കര രസമുള്ള കളക്ഷൻസാണ്. നമുക്കത് ഒരു നാട്ടിൽ കാണാൻ പറ്റാത്ത കാരണം ഞാനിത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഗോൾഡ് സുഖിൻ്റെ വെറൈറ്റി നമുക്കത് കണ്ടു നോക്കാം. ഫുൾ ടൈ ഇതൊക്കെ കണ്ട ഇതൊരു ഇതാണ് ടൈ, ഗോൾഡിൻ്റെ ടൈ, ഗോൾഡിൻ്റെ ബാംഗിൾസ്, അങ്ങനത്തെ കളക്ഷൻസാണ്. നമ്മൾ വെറൈറ്റി ഓഫ് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് ഗോൾഡിൻ്റെ. പണ്ട് നമുക്ക് ഇങ്ങോട്ട് തന്നെ ഗോൾഡ് എടുക്കാൻ വരണമായിരുന്നു. പണ്ട് ഗോൾഡ് സൂക്കി വന്നിട്ടാണ് എല്ലാവരും ഗോൾഡ് എടുത്തിരുന്നത്. എല്ലാ ഷോപ്പുകളും ഗോൾഡ് സൂക്കിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. ഇപ്പം എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെ തന്നെ ഒരു ഗോൾഡ് സൂക്ക് ഷാർജയിലും ഉണ്ട് കേട്ടോ. ഇത്ര വലുതല്ല എന്നുള്ളൂ. ഇവിടെ തന്നെ 2 ഗോൾഡ് സൂക്കുണ്ട്, ഓൾഡ് ഗോൾഡ് സൂക്കും ന്യൂ ഗോൾഡ് സൂക്കും. പക്ഷേ ഓൾഡ് ഗോൾഡ് സൂക്കിലാണ് ഇങ്ങനത്തെ അറബ്സിൻ്റെ പണ്ടേ തൊട്ടുള്ള കടകളുള്ളത്. ഇതൊക്കെ പണ്ട് ഒരു കുറേ വർഷം മുമ്പുള്ള കടകളാണ്, ഒന്നും പുതിയ കടകളല്ല കേട്ടോ. ഈ ഗോൾഡ് സൂക്കിലുള്ള കടകൾ പണ്ടേ തൊട്ടുള്ള അറബ്സിൻ്റെ കളക്ഷൻസ് ഉള്ള കടകളാണ് ഈ കടകൾ. നമ്മൾ പറയില്ലേ പണ്ടേ തൊട്ടുള്ള കടകളെന്ന്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം എന്നൊക്കെ പറയുന്ന പോലത്തുള്ള കടകളാണ് ഇത്. 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യ കടകളാണ് ഇവിടുത്തെ കടകൾ. ഇവർക്ക് നമ്മുടെ പോലെ തന്നെ ഇന്ത്യൻസിൻ്റെ പോലെ തന്നെ അറബ്സിനും ഗോൾഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ കല്യാണത്തിന് നമുക്ക് അച്ഛനതെന്ന് വെച്ചാൽ ഇവിടെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് ചെക്കൻ കൊടുക്കുന്നതാണ് മഹർ. ആ മഹറിനുള്ള ഗോൾഡുകളാണ് ഇവിടെ കാണുന്നത്. ഒരു കല്യാണത്തിന് അവരുടെ ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഗോൾഡുകളാണ് നമ്മളിവിടെ കാണുന്ന ഗോൾഡുകൾ. അതുകൊണ്ടാണ് ഇത്ര വലിയ ഗോൾഡുകൾ നമ്മൾ കല്യാണത്തിൻ്റെ അബായയുടെ മുകളിലിടുന്ന ഗോൾഡുകളായ കാരണം ഇത്ര വലുത് നമ്മൾ കാണുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ കടകളിൽ കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കല്യാണത്തിന് സാരിയുടെ മുകളിലിടുന്നതല്ലേ, ഇത് അബായയുടെ മുകളിലിടുന്ന ഗോൾഡുകളാണ് നമ്മൾ കാണുന്നത്. അത് കാരണം നല്ല രസമുള്ള വെറൈറ്റി ഗോൾഡുകളാണ് കാണുന്നത് കേട്ടോ. ഇതിപ്പോൾ നോക്കിയാൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഷോപ്പാണ് കണ്ട. അപ്പോൾ നമ്മുടെ ഗോൾഡുകളുടെ സൈസ് മാറി. ഇന്ത്യൻ കളക്ഷൻസ് വരുമ്പോൾ അധികം കട്ടില്ല. അത് വൈറ്റ് ഗോൾഡും മിക്സ് ചെയ്തിട്ടുള്ളത്, വെഡ്ഡിങ് റിങ്സ് ഒക്കെ ഇപ്പോൾ ട്രെൻഡല്ലേ വൈറ്റ് ഗോൾഡ് മിക്സ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു കട ഇടയിൽ കാണുമ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തതാണ്. ഷറബ്സിൻ്റെ കടകളിൽ വൈറ്റ് ഗോൾഡ് ഞാൻ കാണണേ ഇല്ല. അവർ ഒറിജിനൽ ഗോൾഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, യെല്ലോ കളർ ഗോൾഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ദുബായ് ഗോൾഡ് സൂക്കിൽ
സൂക്കിൽ തന്നെ വരണം ഗോൾഡ് എടുക്കാനെന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഗിസീസിലും അതുപോലെ തന്നെ ബർദുബായിലും കരാമയിലൊക്കെ ഇഷ്ടം പോലെ ഗോൾഡ് ഷോപ്പുകളുണ്ട്. അവിടെ ഇത്രയും വില കൂടുതലും സ്വർണ്ണത്തിന് ഇത്ര തന്നെ തിരക്കുണ്ട്. അവിടുത്തെ ഫുൾ ഇന്ത്യൻസാണ് വാങ്ങണം കേട്ടോ. അറബ്സ് ഇപ്പോഴും ഗോൾഡ് സൂക്കിൽ വന്നിട്ട് തന്നെ ഗോൾഡ് വാങ്ങുള്ളൂ. അവരുടെ കളക്ഷൻസ് ഇപ്പോഴും ഗോൾഡ് സൂക്കിൽ തന്നെയാണുള്ളത്. അത് ന്യൂ ഗോൾഡ് സൂക്കിലും ഓൾഡ് ഗോൾഡ് സൂക്കിലും നമുക്ക് അവരുടെ കളക്ഷൻസ് കാണാൻ പറ്റും. പിന്നെ ഗോൾഡ് സൂക്കിൽ തന്നെ നമുക്കൊരു അടിപൊളി സാധനം കാണിച്ചു തരാം. ഗോൾഡ് സൂക്കിൽ അവർ ബെഞ്ച് ഇട്ടിട്ടുണ്ട്. അവരുടെ ബെഞ്ച് എങ്ങനെയാണെന്ന് അറിയും, വളയുടെ ഷേപ്പാണ്. കണ്ട വളയുടെ ഷേപ്പുള്ള ബെഞ്ചാണ്. നമുക്ക് ഇരിക്കാനുള്ള റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ച് ഒരു വളയുടെ ഷേപ്പിലാട്ടോ. അത് ഭയങ്കര അതിശയിപ്പിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇത് ഗോൾഡ് സൂക്കിൻ്റെ ഒരു വേ അവസാനിച്ചിട്ട് നെക്സ്റ്റ് വേ ഇതേപോലെ തന്നെ ഇഷ്ടംപോലെ ഗോൾഡിൻ്റെ ഷോപ്പുകളുണ്ട്. പക്ഷേ 11 മണി കഴിഞ്ഞ് ഏകദേശം കടകളൊക്കെ അടയ്ക്കുന്ന നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ മുതലക്കൂട്ടനെ കണ്ടത്. അപ്പോൾ അതിനെയും കൂടെ ഞാൻ കണ്ടു. ഈ കടകളിൽ മൊത്തം മുതലകളും ബാഗുകളും ഒക്കെ ഉള്ള കളക്ഷൻസാണ് ഞാൻ കണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവിടെയും വലിയ വലിയ ഡ്രസ്സുകളുടെയും ഈ കടയിൽ കണ്ടതെന്ന് വെച്ചാൽ സ്കേർട്ടും ബ്ലൗസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്ര വലിയ സ്കേർട്ടും ബ്ലൗസും അതുപോലെ തന്നെ ഫുൾ സെറ്റ് ഉള്ള ഗോൾഡുകളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെന്തായാലും സ്കേർട്ടും ബ്ലൗസൊന്നും കാണാൻ പറ്റില്ല. അതുപോലത്തെ ഗോൾഡുകളാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇവിടെ ആൾക്കാരിട്ട് നടക്കണം. ഞാൻ ഇതുവരെ ഇട്ട് നടക്കണം കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇട്ട് നമുക്ക് മനസ്സിലാവേണ്ടോന്ന് അറിയില്ല. കാരണം അത്രയും ഫിനിഷിങ് അല്ലേ ഇവിടുത്തെ. ഗോൾഡിൻ്റെ ഒരു പാവാടിയും ജാക്കറ്റും കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡാണെന്ന് തോന്നില്ല. ശരിക്കുള്ള തുണിയുടെ പാവാടിയും ജാക്കറ്റും പോലെയല്ലേ സ്കേർട്ടും ബ്ലൗസ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി അറിയാണ്ടോണെന്ന് അറിയില്ല. അതായത് നമ്മുടെ 2 ഭഗവാന്മാരാണ്, ദേവിയും കൃഷ്ണനും ഇവിടെ ഇരുന്ന് തിരിയുന്നുണ്ട്. പക്ഷെ അത് 24 ക്യാരറ്റിൻ്റെ ഗോൾഡ് ദേവിയും കൃഷ്ണനും ആട്ടാ തിരിയുന്നത്. 24 ക്യാരറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇഷ്ടം പോലെ ഭഗവാന്മാരുടെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാം കേട്ടോ. അതായത് വാള് കണ്ട പടവാള് ഗോൾഡിൻ്റെ കേട്ടോ. ഗോൾഡിൻ്റെ പടവാള്, ഗോൾഡിൻ്റെ കൂളിംഗ് ഗ്ലാസ്, ഗോൾഡിൻ്റെ നിക്കാബ്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 5-6 കിലോ ഉണ്ടാവും. ഈ പടച്ചട്ടിയും വാളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ആയിരിക്കില്ല. വെട്ടും എന്താ പറയുക പിടിക്കാൻ വേണ്ടേ, അത്ര നല്ല വലുതാണ്. അതൊക്കെ ഒരു 5-6 കിലോ ഉണ്ടാവുമായിരിക്കും. അതുപോലത്തെ കളക്ഷൻസാണ് ദുബായ് ഗോൾഡ് സൂക്കിൽ നമ്മൾ കാണുക. ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ടൂറിസ്റ്റിന് എന്തായാലും വർത്തായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കാണാത്ത കാഴ്ചകളല്ലേ കാണുന്നത്. ഇതിന് ഞാൻ പറഞ്ഞ ഭഗവാന്മാരുടെ ഒരു നിര, നമ്മുടെ അമ്പലത്തിൻ്റെ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോണ വഴിയിൽ കൃഷ്ണ വിക്കില്ലേ, അതുപോലെ സ്വർണ്ണത്തിൻ്റെ എല്ലാ ഭഗവാന്മാരും ഉണ്ട് കേട്ടോ. ഗണപതി തൊട്ട് എല്ലാവരും ഉണ്ട്. അങ്ങനെ സർവ്വ കളക്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ തന്നെ സിൽവറിൻ്റെ കളക്ഷൻസ് ഉള്ള കടകളുണ്ട്. അതൊക്കെ ഇന്ത്യൻസിൻ്റെ കടകളാട്ടോ. അറബീസിൻ്റെ കടകളിൽ ഗോൾഡ് ഞാൻ പറഞ്ഞില്ലേ ഗോൾഡ് തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാത്തൊരു കളക്ഷൻസും ഉണ്ടാവില്ല. അതായത് ഇതൊക്കെ ഗോൾഡിൻ്റെ മോതിരങ്ങളാണ്. സിൽവറും പല കളേഴ്സായിട്ടുള്ള മോതിരങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ മോതിരം ഇരിക്കുന്നത് ദുബായ് ഗോൾഡ് സൂക്കിൽ തന്നെയാണ്. പക്ഷെ ഏത് ലൊക്കേഷൻ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ അതും ഷൂട്ട് ചെയ്തിട്ടേനെ. പക്ഷെ നല്ല രസമുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗോൾഡിൻ്റെ റിച്ച്നെസ്സിൻ്റെ പീക്ക് നമുക്ക് കാണാൻ പറ്റണമെങ്കിൽ ദുബായിൽ തന്നെ വരണം. ദുബായിൽ നമ്മുടെ ഗോൾഡ് സൂക്കിൽ വന്നാലാണ് നമ്മൾ ഇത്രയധികം ഗോൾഡ് ഭൂമിയിലുണ്ടോ എന്ന് നമുക്ക് തോന്നുക. അത്രയധികം ഗോൾഡിൻ്റെ കിലോ കണക്കിന് ഗോൾഡുകളാണ് ദുബായ് ഗോൾഡ് സൂക്കിൽ നമ്മൾ കാണുക. നമ്മൾ ഏത് ടൂറിസ്റ്റ്, അതുകൊണ്ട് ദുബായിൽ മെയിൻ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റ് പ്ലേസാണ് ഗോൾഡ് സൂക്ക്. ഗോൾഡിൻ്റെ വാച്ച്, ഗോൾഡിൻ്റെ ഷൂ, ഗോൾഡിൻ്റെ വാള്, ഗോൾഡിൻ്റെ വാച്ച്, ഗോൾഡിൻ്റെ ബെൽറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടും ദുബായ് ഗോൾഡ് സൂക്കിലേക്ക് തന്നെ വരണം. എനിക്ക് തോന്നണില്ലേ വേറൊരു സ്ഥലത്ത് ഇത്രയധികം കളക്ഷൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. വളകളുടെ ഒരു മാല ഒരു റോയിന് ഒരു ചുമര് നിറച്ച് വളകളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ദുബായ് ഗോൾഡ് സൂക്കിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഇവിടെ വന്ന് ഇഷ്ടം പോലെ ഗോൾഡ് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യും, കാണുകയും ചെയ്യും. വന്ന് കണ്ടാലും അതൊരു വർത്ത് തന്നെയാണ് ദുബായ് ഗോൾഡ് സൂക്ക്. അത് കാരണം ദുബായ് ടൂറിസ്റ്റ് പ്ലേസിൽ മെയിനായിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ പറഞ്ഞില്ലേ ഗോൾഡിൻ്റെ ഷൂ കാണാൻ പറ്റുന്നുണ്ട്, അത് ഗോൾഡിൻ്റെ ഷൂ ആണ് ഇത് ഗോൾഡ് സൂക്കിൽ. നമുക്ക് അതുപോലത്തെ എല്ലാ കളക്ഷൻസും ആണെങ്കിലും ദുബായ് ഗോൾഡ് സൂക്കിൽ തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് ദുബായ് ഗോൾഡ് സൂക്ക് വളരെ എന്താ പറയുക ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര ഒരു ദിവസം കാണാനുണ്ട്, ഇഷ്ടം പോലെ കാണാനുണ്ട്. അതുമാത്രമല്ല ഒരു ട്രഡീഷണൽ ലെവലിൽ തന്നെ അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കൊരു പഴയ ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ വന്ന പോലെ തന്നെയാണ് ദുബായ് ഗോൾഡ് സൂക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക. ഇത് ഗോൾഡിൻ്റെ കേട്ടോ, ബെൽറ്റ് ഗോൾഡിൻ്റെയാണ്. ആണുങ്ങൾക്ക് കെട്ടാനുള്ള ജെൻസിൻ്റെ ബെൽറ്റ് ഗോൾഡിൻ്റെയാണ് കേട്ടോ നമ്മൾ കണ്ടത്. ഗോൾഡ് സൂക്കിൽ കാണുന്ന സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അതെല്ലാം ഗോൾഡാണ്. ഓരോന്നെടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ പറയാത്തതാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ദുബായ് ഗോൾഡ് സൂക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കളക്ഷൻസും ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വരുത്തണ കാരണം എല്ലാ കളക്ഷൻസിലുള്ള ഗോൾഡും നമുക്കിവിടെ കിട്ടും. ദുബായ് ഗോൾഡ് സൂക്കിൽ ഈ അറബ്സിന് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ വെറൈറ്റി ഓഫ് ഇപ്പം ഇതിൽ കണ്ട ഡിസ്പ്ലേ ചെയ്ത് കണ്ട 1000 മുകളിൽ ഡ്രസ്സ് തന്നെ ഒരെണ്ണം പോലത്തെ ഒരെണ്ണം നമുക്ക് കാണില്ല.
ഒക്കെ വെറൈറ്റി ഓഫ് അബായയുടെ ഡ്രസ്സുകളാണ് കാണുക. നമ്മുടെ നാട്ടിൽ ഉടുപ്പുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള പോലെയാണ് ഇവിടെ അറബ്സിൻ്റെ ഈ ഗോൾഡിൻ്റെ ഡ്രസ്സുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫുൾ സെറ്റും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ മാല, കമ്മൽ, വള, ബാഗ്, ഹാൻഡ് ബാഗ് അടക്കം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് ദുബായ് ഗോൾഡ് സൂക്കിലേക്ക് കൂടുതൽ ആൾക്കാരും ഈ അറബ് രാജ്യത്തിൽ തന്നെ കല്യാണങ്ങൾക്ക് ദുബായ് ഗോൾഡ് സൂക്കിൽ നിന്ന് വന്നിട്ടാണ് ഈ മഹർ വാങ്ങിക്കാൻ വരിക. കാരണം ഇത്രയും ഫുൾ കളക്ഷൻ ഒരു കല്യാണത്തിന് മുമ്പ് പെണ്ണിന് പ്രസൻറ്റ് ചെയ്യുന്ന സാധനം, കാരണം അതൊരു റിച്ചും വെറൈറ്റി ആവണമെന്ന് ആഗ്രഹിക്കുന്നവർ ദുബായ് ഗോൾഡ് സൂക്കിൽ വന്നിട്ടാണ് ഇത് വാങ്ങിച്ചു പോവാം. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വാറ്റ് ഇല്ലാത്ത കാരണം ഇവർക്ക് ഗോൾഡ് നല്ല 24 കാരറ്റിന് വാറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് ഇത് വാങ്ങിക്കുമ്പോൾ അവർക്ക് വർത്താണ്. കാരണം പുറത്തുള്ളേക്കാളും ദുബായ് ഗോൾഡിന് അത്ര പ്രൈസ് വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതും ലാഭം കണ്ട ഡ്രസ്സിൻ്റെ മാച്ചായിട്ടുള്ള ഹാൻഡ് ബാഗാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ദുബായിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഈ അറബ് കൺട്രീസിലുള്ള എല്ലായിടത്തുനിന്നും ഈ മെഹർ കൊടുക്കാൻ വേണ്ടിയിട്ട് ദുബായിലത്തെ ഗോൾഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതൊരു പ്രൗഡാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ അറബ്സികളുടെ ഇടയിൽ തന്നെ ഭയങ്കര നല്ല ഗോൾഡും നല്ലതുമാണ് ദുബായിലത്തെ ഗോൾഡെന്ന് ഒരു ടോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ദുബായിൽ ഇത്രയധികം കളക്ഷൻസ്. ഇവിടുത്തെ ലോക്കൽ അറബികളും GCCയിലെ അറബികളും പുറത്തുള്ള ആൾക്കാരും വന്നിട്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ് ദുബായ് ഗോൾഡ് സൂക്ക്. അത് വരുന്നവർക്ക് മുഴുവനും റിച്ചായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാനും വെറൈറ്റി ഓഫ് കളക്ഷൻസ് കിട്ടാൻ കണ്ട വെറൈറ്റി കണ്ടില്ലേ, വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അതായത് നമുക്ക് 100% വിശ്വാസ്യതയാണ് ദുബായ് ഗോൾഡ് സൂക്കിലെ ഗോൾഡുകൾക്ക്. അപ്പം അതുകൊണ്ടാണ് ദുബായ് ഗോൾഡ് സൂക്ക് ഭയങ്കര നിറച്ച ആൾക്കാരാട്ടാ. നമ്മൾ ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടി, അത്രയധികം കടകളിലെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കടകളിൽ കയറി ഷൂട്ട് ചെയ്തില്ല, പുറത്തു നിന്നിട്ട് ഷൂട്ട് ചെയ്തത്. നിറച്ച ആൾക്കാർ ഗോൾഡ് വാങ്ങാനും പർച്ചേസ് ചെയ്യാനും വരും. പിന്നെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വരുന്നവർക്ക് വാറ്റ് ഇല്ലാത്ത കാരണം ദുബായിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാനും സുഖം. വാറ്റ് നമുക്ക് അവിടെ നിന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ദുബായ് ഗോൾഡ് സൂക്കിൽ നിന്ന് ഗോൾഡ് വാങ്ങുന്നത് ട്രസ്റ്റഡ് ആണ്. അടിപൊളി ഗോൾഡും സംഭവങ്ങളും കിട്ടുകയും ചെയ്യും. പിന്നെ ഗോൾഡ് സൂക്കിൻ്റെ തൊട്ട് പുറത്ത് തന്നെ നമുക്ക് ഗോൾഡ് സൂക്കിൽ നിന്ന് ഇറങ്ങണോടെ തന്നെ ഇഷ്ടംപോലെ സുവനീർ ഷോപ്പ് ഉണ്ട്. കാരണം ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമായ കാരണം തന്നെ അവരുടെ ദുബായിലത്തെ എല്ലാ സുവനീറുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ദുബായിൽ എന്താ പറയുക, കുറേ മെയിൻ സ്ഥലങ്ങളുള്ള കാരണം ദുബായ് ഫ്രെയിം, ബുർജ് ഖലീഫ, ബുർജുൽ അറബ്, അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരു പുതിയ ഒരു വെറൈറ്റി ഓഫ് ഇത് വരുന്നുണ്ട്, ചക്രം പോലത്തെ. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ദുബായ് സുവനീറായിട്ട് ഇവിടെ സുവനീർ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വിലയ്ക്കും ഏറ്റവും വില കുറഞ്ഞത് തൊട്ട് ഏറ്റവും വില കൂടിയ ഗോൾഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഗോൾഡിൻ്റെ സുവനീർ വേണമെങ്കിൽ തൊട്ട് ഏറ്റവും വില കുറഞ്ഞ ഈ സുവനീർ അടക്കം വാങ്ങിക്കാം. ഇതിനൊക്കെ 10-15 ദിറംസൊക്കെ വരുന്നുള്ളൂ. ഇവിടെ തന്നെ 150-200 ദിറംസിൻ്റെ സുവനീറും നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അങ്ങനെയുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇതാണ് പുതിയ സുവനീർ കണ്ടുപിടിച്ചിട്ടുള്ളത് ഞാൻ കണ്ടത്. പിന്നെ ഇവിടെ തന്നെ അത്തറുകളുണ്ട്, സ്പൈസസ് ഷോപ്പുണ്ട്. അതുപോലത്തെ ഒരുപാട് ഷോപ്പുകൾ ദുബായിൽ ഈ ഗോൾഡ് സൂക്കിൽ തന്നെ ഉണ്ട് കേട്ടോ. ഗോൾഡ് സൂക്കിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് സ്പൈസ് മാർക്കറ്റാണ് നമ്മൾ ഉണ്ടാവുക. ദുബായ് ഗോൾഡ് സൂക്കിൻ്റെ ഇപ്പുറത്തെ ഭാഗം സ്പൈസ് മാർക്കറ്റാണ്. അവിടെ തന്നെയാണ് നമ്മൾ ഈ രണ്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ സുവനീറുകളുടെ ഡിസ്പ്ലേ ഷോപ്പുകൾ കാണുക. അപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വരുന്നവർക്ക് അങ്ങനെ തന്നെ ഈ സുവനീർ വാങ്ങിച്ച് പോകാമല്ലോ. അതുകൊണ്ടാണ് ഇതാണ് സ്പൈസ് മാർക്കറ്റ്. സ്പൈസ് മാർക്കറ്റിൽ നമ്മൾക്ക് നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരുവിധം സ്പൈസസ് ഇവിടെ കിട്ടും. നമ്മുടെ അവിടെ ഇല്ലാത്ത സംഭവങ്ങൾ ഈ പൂക്കളാണ്. നമ്മൾ പൂക്കൾ അങ്ങനെ ശംഖുപുഷ്പമൊക്കെ ഇവിടെ കണ്ടു ഞാൻ. അതൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പോഴാണ് ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ ചായ കുടിക്കാമെന്ന് നമ്മളിപ്പോൾ യൂട്യൂബ് വന്നപ്പോൾ പഠിച്ചത്. അതിന് മുമ്പ് നമുക്കറിയില്ലായിരുന്നു ശംഖുപുഷ്പം കൊണ്ട് ഇത്ര ഗുണമുണ്ടെന്ന്. അടയ്ക്ക തൊട്ട് ജാതിക്ക, അടയ്ക്ക, മഞ്ഞൾ, അങ്ങനെയുള്ള എല്ലാ കണ്ട പൂക്കളാണ് ഇവിടെ മെയിൻ. പിന്നെ കണ്ട ജാതിക്ക, മഞ്ഞൾ, പിന്നെ അങ്ങനെ നമ്മുടെ ഉണക്ക നാരങ്ങ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഉണക്ക നാരങ്ങ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഈ സ്പൈസ് മാർക്കറ്റിൽ കിട്ടും. പിന്നെ 7 സ്പൈസസ് എന്നും പറഞ്ഞിട്ട് അറബ്സിൻ്റെ ബാക്കിയുള്ള എല്ലാ സ്പൈസസും കിട്ടും. പിന്നെ മഞ്ഞൾ, അങ്ങനെ പിന്നെ നമുക്ക് അറിയാത്ത കുറേ സ്പൈസസും ഉണ്ട് കേട്ടോ, പറുവപ്പട്ട. അപ്പോൾ കുറേ സ്പൈസസ് നമുക്ക് അറിയാത്തതുണ്ട്. അതിനൊന്നും കുറിച്ച് പിന്നെ ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ ഇവരുടെ സ്പൈസസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ നമ്മുടെ കുങ്കുമപ്പൂവ്. അത് കാരണം ഇവിടെ കുങ്കുമപ്പൂവ് ഇഷ്ടം പോലെ കടകളിൽ നമ്മൾ വലിയ പാത്രങ്ങളാക്കി വെച്ചിട്ടുള്ളത് ഞാൻ കണ്ടു കേട്ടോ. അതേ കണ്ട കുങ്കുമപ്പൂവ് ഇവരുടെ സ്പൈസസിൻ്റെ ഭാഗമാണ്. ഇവർ ബിരിയാണിയിലും ചായയിലും അതുപോലെ തന്നെ ഇവരുടെ പല സ്പേഷ്യസ് ആയിട്ടുള്ള ഫുഡിലും ഇവർ കുങ്കുമപ്പൂവ് ഇടും. നമ്മൾ മഞ്ഞൾ ഇടുന്നതിന് പകരം ഇവർ കുങ്കുമപ്പൂവ് നന്നായി യൂസ് ചെയ്യും. പിന്നെ ദുബായിൽ നിന്ന് ഭയങ്കര ക്വാളിറ്റി ഓഫ് കുങ്കുമപ്പൂ കിട്ടുന്ന കാരണം ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ കുങ്കുമപ്പൂവ് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട് കേട്ടോ. ദുബായിലെ കുങ്കുമപ്പൂവാണ് ഏറ്റവും നല്ല കുങ്കുമപ്പൂവ് എന്നാണ് എല്ലാ വിശ്വാസം. അപ്പോൾ ഏറ്റവും നല്ല കുങ്കുമപ്പൂ ഇവിടെ കിട്ടാം. പിന്നെ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സും ദുബായിൽ കിട്ടും. മാംഗോ
ആപ്രിക്കോട്ട്, അതുപോലെ തന്നെ ഇതില്ലേ അത്തിപ്പഴം എന്ന് അതിൻ്റെ പേര് ഞാൻ മറന്നിട്ട്, ഫിഗ് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഡ്രൈ ഫ്രൂട്ട്സും ദുബായിൽ കിട്ടും. ഞങ്ങൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് കടയുടെ ഉള്ളിൽ നോക്കുമ്പോൾ അത്തർ, അപ്പോൾ ഞങ്ങൾ അവിടെ കയറി മോൾക്ക് ഒരു അത്തർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മാത്രമല്ല അവിടുത്തെ അത്തറിൻ്റെ ബോട്ടിൽസ് കണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ബോട്ടിൽസാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ അത്തർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ടിലാക്കിയിട്ട് അതൊരു സുവനീർ തന്നെയാണ് കേട്ടോ. സുവനീർ കണ്ട അങ്ങനെ ദുബായ് അത്തർ, അറബികളുടെ അത്തർ നമ്മൾ കേട്ടിട്ടില്ലേ? ഏതാ ബുക്കിൽ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, അറേബ്യയിൽ മുഴുവൻ അത്തർ കൊണ്ടുവന്നാലും നിൻ്റെ കയ്യിലെ രക്തത്തിൻ്റെ മണം മാറില്ല എന്ന് പറഞ്ഞ പോലത്തെ അത്തറുകൾ, അറേബ്യൻ അത്തറുകൾ പണ്ടേ ഫേമസ് അല്ലേ. അപ്പോൾ ഇത് അത്തറുകളുടെ ഷോപ്പാട്ടോ. അത് അത്തറിനേക്കാളും വെറൈറ്റിന് ഇവിടുത്തെ അത്തർ ബോട്ടിൽസ്. അങ്ങനെ ഞങ്ങളൊരു അത്തർ വാങ്ങിച്ചു. പിന്നെ കുറേ ഇഷ്ടംപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. മാംഗോയും പൈനാപ്പിളും അങ്ങനെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഡ്രൈ ഫ്രൂട്ട്സ്. നല്ല മധുരം കഴിക്കുന്നതിന് പകരം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ഇതാവാം. പിന്നെ നമ്മുടെ ആ പച്ച കളറുള്ള പേര് ആ കിവി കഴിക്കാനേക്കാളും ടേസ്റ്റ് കിവിയുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ. അല്ലാണ്ട് കിവിക്ക് ഒരു ടേസ്റ്റും ഞാൻ കണ്ടിട്ടില്ല. പുളിച്ചിട്ട് മനുഷ്യൻ്റെ പണി തീരും. പിന്നെ ഇത് ഇവിടെ വീണ്ടും സുവനീറുകളൊക്കെ ഉണ്ട്. ഇവിടെ സുവനീർ ഷോപ്പാണ്. സുവനീറിൻ്റെ ഒപ്പം ഇപ്പോൾ പുതിയൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട് ദുബായിൽ. അത് നമ്മുടെ ഫിക്സ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ എല്ലാ സുവനീർ ഷോപ്പിലും മെയിനായിട്ട് വെച്ചിട്ടുള്ള സംഭവം ഫിക്സിൻ്റെ ചോക്ലേറ്റാണ്. ഫിക്സ് ചോക്ലേറ്റിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫിക്സ് ചോക്ലേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരതൊക്കെ നമുക്ക് കാണിച്ചു തന്നു. സുവനീറുകളുടെ ഇടയിലാണ് ഫിക്സ് ചോക്ലേറ്റുകളും അവർ ഇപ്പോൾ ഈ സുവനീർ ഷോപ്പിൻ്റെ ഒപ്പം തന്നെ ഈ ഫിക്സ് ചോക്ലേറ്റുകളും പല ചോക്ലേറ്റുകൾ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ മെയിനായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഫിക്സ് ചോക്ലേറ്റാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇഷ്ടമുള്ളത് വാങ്ങിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ കിൻഡർ ജോയുടെ പോലത്തെ ഫിക്സ് ചോക്ലേറ്റാണ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. കിൻഡർ ജോയുടെ ബോൾസിൻ്റെ പോലത്തെ ഉള്ളിൽ ഈ സേമിയോയും പിസ്താഷും പൊടിച്ചിട്ടിട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങളത് അവിടെ നിന്ന് വാങ്ങിച്ചുവിടാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫിക്സ് ചോക്ലേറ്റ് പല വെറൈറ്റി ഓഫ് ടേസ്റ്റിൽ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും വാങ്ങിക്കണം കേട്ടോ ഫിക്സ് ചോക്ലേറ്റ്. ദുബായിയുടെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡല്ലേ, സുവനീർ പോലെ തന്നെ ദുബായിലെ പുതിയ ട്രെൻഡാണ് ഫിക്സ് ചോക്ലേറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫിക്സ് ചോക്ലേറ്റും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് സുവനീർ കടയിൽ നിന്ന് ഞങ്ങൾ ഏകദേശം പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. അപ്പോഴും നിറച്ച് സുവനീർ ഷോപ്പ്സ് തന്നെയാണ് അവിടെ ഉള്ളത്. സ്പൈസും സുവനീറും മാത്രമായിരുന്നു ആ ഷോപ്പുകൾ. ഏകദേശം 12 മണി ആവാറായി. കടകളൊക്കെ അടച്ചു തുടങ്ങി. അപ്പോൾ ഈ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. ഇതാണ് ദുബായിയുടെ ഈ രാത്രിയിലുള്ള അവരും അടച്ചു തുടങ്ങിയതാണ് ഈ തുർക്കിഷ് ഷോപ്പ്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കണ്ട തുർക്കിയുടെ ഈ ഫുള്ള് ഡിന്നർ സെറ്റിൻ്റെ ഷോപ്പാട്ടോ. അത് ഡിന്നറല്ല, ഈ ഡിസ്പ്ലേ ചെയ്യുന്ന പാത്രങ്ങളുടെ സെറ്റ്. അങ്ങനെ ഇതാണ് ആ കട കേട്ടോ. അപ്പോൾ ശരി, ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബൈ, സീ യു അഗെയിൻ.